ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 268. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പൗലോസ് പറയുമ്പോൾ ഒരു പടയാളിയുടെയോ ഒരു കായികാഭ്യാസിയുടെയോ ചിത്രമാണ് പൗലോസിൻ്റെ മനസ്സിൽ ഉള്ളത്. ഒരു യുദ്ധവീരൻ്റെ വിജയാട്ടഹാസമാണ് ഈ വരികളിൽ മുഴങ്ങിക്കേൾക്കുന്നത്. പൗലോസിൻ്റെ സുദീർഘമായ പോരാട്ട ജീവിതം ദൈവകൃപയിലുള്ള വിശ്വാസ ജീവിതമായിരുന്നു. ലോകം, ജഡം, പിശാച് എന്നീ ത്രിവിധ ശക്തികളോട് അവൻ നിരന്തരം പോരാടി വിജയം കൈവരിച്ചു. ഓട്ടം തികച്ചു എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതം ഒരു പന്തയ ഓട്ടത്തിന് സമാനമായതുകൊണ്ടാണ്. കർത്താവ് പൗലോസിനെ ഏത് ശുശ്രൂഷയ്ക്കായി വിളിച്ചുവോ അത് പൂർണ്ണമായും പൗലോസ് തികച്ചു. തുടർന്ന് പൗലോസ് പറയുന്നത് വിശ്വാസം കാത്തു എന്നാണ്. ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വ്യക്തിപരമായ ആശ്രയം എന്ന അർത്ഥത്തിലാണ്. നല്ല പോർ പൊരുതി ഓട്ടം തികയ്ക്കുകയും വിശ്വാസം കാക്കുകയും ചെയ്ത പൗലോസ് പ്രതിഫലം ലഭിക്കുവാൻ ഉറ്റുനോക്കുകയാണ്. നീതിയുടെ കിരീടം തനിക്കായി കർത്താവ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന് പൗലോസ് വിശ്വസിക്കുന്നു. ഇവിടെ കാണുന്ന കിരീടം രാജാവ് അണിയുന്ന കിരീടമല്ല, കായിക മത്സരത്തിലെ ജേതാവിന് ലഭിക്കുന്ന കിരീടമാണ്. തങ്ങളുടെ ശുശ്രൂഷകളിൽ നീതി വെളിപ്പെടുത്തിയ നീതിമാന്മാർക്ക് നൽകുന്ന നീതി തന്നെയായിരിക്കാം ഈ കിരീടം. പൗലോസിനെ പോലെ കർത്തൃ ശുശ്രൂഷകളിൽ പ്രാവീണ്യം തെളിയിച്ചവർക്കും അല്ലാത്തവർക്കും ഈ നീതിയുടെ കിരീടം ലഭിക്കും എന്ന് അപ്പോസ്തലൻ എല്ലാ വിശ്വാസികളെയും ഓർപ്പിക്കുന്നു. അതായത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും അത് ലഭിക്കും എന്ന് പൗലോസ് ഉറപ്പിച്ചു പറയുന്നു. ആ ദിവസം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിനെ തുടർന്ന് പ്രതിഫലം നൽകുന്ന ദിവസത്തെ കുറിച്ചാണ്. തുടർന്ന് വ്യക്തിപരമായ ചില കാര്യങ്ങൾ തിമോത്തിയെ ഭരമേൽപ്പിക്കുകയും പൗലോസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെ വേദനിപ്പിച്ച ചിലരെക്കുറിച്ചാണ്. തിമോത്തിയോസ് എത്രയും വേഗം, അതായത് തൻ്റെ മരണത്തിന് മുമ്പ് ഈ റോമിലെത്തണമെന്ന് പൗലോസ് ആഗ്രഹിച്ച് അക്കാര്യമാണ് ഒടുവിൽ ഓർപ്പിക്കുന്നത്. കൂടാതെ ഏകദേശം 18 പേരുകൾ എടുത്തു പറയുന്നു പൗലോസ്. തന്നോടുകൂടെ ഉണ്ടായിരുന്ന പലരും പൗലോസിനെ വിട്ടുപോയതിൽ താൻ വളരെ വേദനിക്കുന്നു എന്നുകൂടിയാണ്. ഒരു കാലത്ത് തനിക്ക് പ്രയോജനമുള്ളവരായിരുന്ന ദേമാസ് ലോകസ്നേഹം മൂലം തന്നെ വിട്ടുപോയി. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ വിട്ടുപോയ മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ പൗലോസ് പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. കാരണം അവൻ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാണെന്ന് ഇപ്പോൾ പൗലോസിന് ബോധ്യമായിരിക്കുന്നു. മറ്റൊരാൾ ഈ ലോകത്തെ സ്നേഹിച്ച് കടന്നുപോയ ദേമാസാണ്. ഒരു കാലത്ത് ഈ ദേമാസ് സുവിശേഷ വേലയിൽ പൗലോസിൻ്റെ സഹപ്രവർത്തകനായിരുന്നു. പൗലോസിൻ്റെ 1-ാം കാരാഗ്രഹവാസകാലത്ത് ദേമാസും പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ലോകസ്നേഹം മൂലം ഈ ദേമാസ് പൗലോസിനെ വിട്ടുപിരിഞ്ഞ് തെസ്സലോനിക്കയിലേക്ക് പോയി. വെള്ളി കുഴിച്ചെടുക്കുന്ന ഖനികൾ തെസ്സലോനിക്കയിൽ ഉണ്ടായിരുന്നതിനാൽ ആ ലോകം അവനെ ആകർഷിച്ചിട്ടുണ്ട്. മാത്രമല്ല, റോമിൽ പൗലോസിനോട് കൂടെ തുടർന്നും താമസിച്ചാൽ അത് തൻ്റെ ജീവന് ഭീഷണിയായേക്കാം എന്നും താൻ വിചാരിക്കാൻ സാധ്യതയുണ്ട്. കർത്തൃശുശ്രൂഷയിൽ എരിഞ്ഞ് ശോഭിക്കൊണ്ടിരുന്ന പല പ്രിയപ്പെട്ടവരും നിർഭാഗ്യവശാൽ ഈ ദേമാസിനെ പോലെ ചില വെള്ളി ഖനികൾക്കരികെ താവളമിടിച്ച് പാർക്കുന്നത് എത്ര ശോചനീയമാണ്. കൂടാതെ തീത്തോസ് ദൽമാത്യയിലേക്ക് പോയി എന്നും പറയുന്നു. സുവിശേഷ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ടാണ് തീത്തോസ് പോയതെന്ന് വിശ്വാസം പഠിപ്പിക്കുന്നു. കൂടാതെ ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ പൗലോസിന് വളരെ ദോഷം ചെയ്തു. പൗലോസ് അവനെക്കുറിച്ച് പറയുന്നത് അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും എന്നാണ്. മാത്രമല്ല, അവൻ പൗലോസിൻ്റെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് തിമോത്തിയോട് പറയാണ്, നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക എന്ന്. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.